all, welcome back to Rainbow Learners. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം? കറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അറിയില്ല. പ്രശാന്തിയുടെ സമുദ്രം എന്നാണ്. എന്താണ്? പ്രശാന്തിയുടെ സമുദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ. ചന്ദ്രയാൻ. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ISRO അല്ലേ? ഇസ്രോ. ISRO എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ? അറിയില്ല. ISRO ബാംഗ്ലൂരിലാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത? സുനിത വില്യംസ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? സെലനോളജി. എന്നാൽ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏത്? അറിയില്ല. സെലനോഗ്രഫിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത്? 59%. ഓക്കെ. ചന്ദ്രനെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് ഗ്രഹങ്ങളെക്കുറിച്ചും കുറച്ച് അറിവുണ്ടായിരിക്കണം അല്ലേ? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമോ? ബുധൻ. അടുത്ത ചോദ്യം, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. ഓക്കെ. അടുത്ത ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യൻ. എന്നാൽ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. അതെ, കറക്റ്റാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഗ്യാനിമീഡ്. ഓക്കെ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? നെപ്റ്റ്യൂൺ. ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? ചൊവ്വ. ഓക്കെ. അടുത്ത ചോദ്യം, ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? രാകേഷ് ശർമ്മ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിതയോ? കൽപ്പന ചൗള. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി ഏതാണ്? ലൈക്ക സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേരെന്താണ്? സ്പുട്നിക് 2. ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട ബഹിരാകാശ സഞ്ചാരി ആരാണ്? കൽപ്പന ചൗള. കൊളംബിയയിൽ വെച്ചായിരുന്നു കൊല്ലപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? വ്യാഴം. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചതാരാണ്? ഗലീലിയോ ഗലീലി. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്? വിക്രം സാരാഭായ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറിയില്ല. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. ഓക്കെ, ഇനി ചന്ദ്രയാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പഠിക്കാം. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതി എന്ന് ചോദിച്ചാൽ? ചന്ദ്രയാൻ 1. ഓക്കെ, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? ശ്രീഹരിക്കോട്ട. ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്ര ദൗത്യം? അറിയില്ല. അതും ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച ദിവസം ഏത് വർഷമാണ്, ഏത് ദിവസമാണ്? ഒക്ടോബർ 22, വർഷം 2008 കേട്ടോ. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരൈ. എങ്കിൽ ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരാണ്? അറിയില്ല. അതും അണ്ണാദുരൈ തന്നെയാണ് ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ അറിയപ്പെടുന്നത്. ഓക്കെ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ ജി മാധവൻ നായരാണ്. ഓക്കെ. ആരാണ്? ഡോക്ടർ ജി മാധവൻ നായർ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ഓക്കെ. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ? അറിയോ? 68. ഓക്കെ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് ആരാണ്? അറിയില്ല. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയാണ് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത്. ഓക്കെ, മറ്റു ചോദ്യങ്ങൾ ഇനി നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ.